Hello everyone, welcome to Vanjnad Kitchen. I'm Chef Binoj. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഡിഷാണ്. ചില്ലി ബീഫാണ്. അതെങ്ങനെ തയ്യാറാക്കാൻ നമുക്ക് നോക്കാം. അതിനു മുമ്പ് സംഭാവനകൾ കൂമ്പാരമാവുമ്പോൾ പരിപാടി ഗംഭീരമാവുമെന്ന് പറയുന്ന പോലെ തന്നെ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. എന്നാലേ എനിക്കൊരു മോട്ടിവേഷൻ ആകത്തുള്ളൂ. അപ്പോൾ ചില്ലി ബീഫ് എങ്ങനെ ഉണ്ടാക്കാം നമുക്ക് നോക്കാം. ചില്ലി ബീഫിനുള്ള ബീഫ് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. റം സ്റ്റേക്ക് ആണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഒന്ന് ടെൻഡർ ചെയ്തെടുക്കാം. ബീഫ് നമുക്ക് സ്ട്രിപ്സ് ആയിട്ട് കട്ട് ചെയ്യാം. 250 ഗ്രാമിന്റെ 2 സ്റ്റേക്കാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. സ്റ്റേക്ക് കട്ട് ചെയ്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം. സോയ സോസും ചില്ലി ഫ്ലേക്സും സോൾട്ടും പെപ്പറും കോൺഫ്ലവർ ഡസ്റ്റ് ചെയ്ത് നമുക്ക് മാരിനേറ്റ് ചെയ്ത് വെക്കാം. സോൾട്ട് ഇടുമ്പോൾ ശ്രദ്ധിക്കണം, സോയ സോസ് ഒഴിക്കുന്നതാണ്. സോയ സോസ് ഒഴിക്കുമ്പോൾ സോൾട്ട് വളരെ കെയർഫുൾ ആയിരിക്കണം. കോൺഫ്ലവർ ഇടുന്ന കൂട്ടത്തിൽ തന്നെ 2 ടേബിൾ സ്പൂൺ പ്ലെയിൻ ഫ്ലവർ കൂടെ ഇടാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് റെസ്റ്റിന് വെക്കാം. മാരിനേറ്റ് ചെയ്ത് അരമണിക്കൂർ നമുക്ക് റെസ്റ്റിന് വെക്കണം. ആ ടൈമിൽ നമ്മളുടെ വെജിറ്റബിൾസ് എല്ലാം കട്ട് ചെയ്തെടുക്കണം. ബീഫ് റെസ്റ്റിന് ഇരിക്കുമ്പോൾ നമുക്ക് വെജിറ്റബിൾ എല്ലാം അരിഞ്ഞെടുക്കാം. പെപ്പേഴ്സ് ഒക്കെ പകുതി മതി. ഞാനൊരു സെലറി എടുത്തിട്ടുണ്ട്. സെലറി ഓപ്ഷനാണ്. സെലറി താല്പര്യമുള്ളവർ ഇടുക. ഞാനൊന്ന് ഇട്ടുന്നേ ഉള്ളൂ. കുക്ക് ചെയ്യുമ്പോൾ പെപ്പറും ഓണിയനും സ്പ്രിംഗ് ഓണിയനും ഒന്നും ഓവർ കുക്ക് ചെയ്യരുത്. ഹാഫ് ഡൺ ചെയ്തെടുക്കാവുള്ളൂ. ഒരു ക്രഞ്ചി ഫീലിങ്സ് ആയിരിക്കണം നമ്മൾ കഴിക്കുമ്പോൾ. പെപ്പേഴ്സ് 3 എടുക്കുന്നത് നമ്മുടെ ഡിഷ് ഒരു നല്ല കളർഫുൾ ആയിരിക്കും. ഫുഡ് എപ്പോഴും നല്ല കളർഫുൾ ആണെങ്കിലാണ് ആൾക്കാർക്ക് അട്രാക്ഷൻ വരുന്നത് കഴിക്കാനുള്ള. നമ്മളൊരു വൈറ്റ് ഓണിയനും ഒരു റെഡ് ഓണിയനും ആണ് എടുക്കുന്നത്. വൈറ്റ് ഓണിയൻ നമ്മൾ ചോപ്പ് ചെയ്തിടും. പകുതി നമ്മൾ ഡൈസ് ചെയ്തിടും. സെലറി നമ്മൾ ഹാഫ് ഡൈസ് ചെയ്തിടും. ബാക്കി ഹാഫ് ഫൈനായിട്ട് ചോപ്പ് ചെയ്തിടും. ഗ്രീൻ ചില്ലീസും റെഡ് ചില്ലീസും നമുക്ക് അരിഞ്ഞെടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും ഫൈനായിട്ട് ചോപ്പ് ചെയ്തെടുക്കാം. ചില്ലി ബീഫിനുള്ള മിസാംപ്ലാസ് എല്ലാം റെഡി ആയിട്ടുണ്ട്. നമുക്കിനി മാരിനേറ്റ് ചെയ്തിരിക്കുന്ന ബീഫ് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മൾ പാൻ വെച്ചിട്ടുണ്ട്. ഓയിൽ ഒഴിച്ച് ഫ്രൈ ചെയ്തെടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. മാരിനേറ്റ് ചെയ്തിരിക്കുന്ന ബീഫ് നമ്മൾ പ്ലെയിൻ ഫ്ലവറിൽ ജസ്റ്റ് ഒന്ന് ഡസ്റ്റ് ചെയ്തിട്ട് നമ്മൾ ഫ്രൈ ചെയ്യാനിടുവാണ്. പ്ലെയിൻ ഫ്ലവറിൽ നമ്മൾ ഡിപ്പ് ചെയ്യുന്നത് ബീഫ് നല്ല ക്രിസ്പി ആയിട്ടിരിക്കുകയും ചെയ്യും. മറ്റ് ബീഫുമായിട്ട് ഒട്ടിപ്പിടിക്കത്തുമില്ല. ഫ്രൈ ചെയ്യുമ്പോൾ ബീഫ് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. വളരെ തിന്നായിട്ട് കട്ട് ചെയ്താണ്. പെട്ടെന്ന് ഫ്രൈ ആയി കിട്ടും. നമ്മൾ ഒത്തിരി ഇട്ട് ഫ്രൈ ചെയ്യരുത്, റബറി ആയി പോവും. ബീഫ് റെഡി ആയിട്ടുണ്ട്. നമുക്കൊന്ന് കോരിയെടുക്കാം. ബാക്കി ബീഫ് കൂടെ നമുക്ക് വറുത്തെടുക്കാം. ബീഫ് മൊത്തം നമ്മൾ ഫ്രൈ ചെയ്തിട്ടുണ്ട്. നമ്മൾ ടിഷ്യൂ പേപ്പറിലാണ് എടുക്കുന്നത്. ഓയിലെല്ലാം അതെല്ലാം അബ്സോർവ് ആയിക്കോളും. ബീഫ് ഫ്രൈ ചെയ്തിട്ടുണ്ട്. ഈ പാൻ മാറ്റിയിട്ട് നമുക്കൊരു കടായി വെക്കാം. ചില്ലി ബീഫിനുള്ള സോസ് റെഡിയാക്കാൻ വേണ്ടി. പാൻ നന്നായിട്ട് ചൂടായിട്ട് നമുക്ക് എണ്ണ ഒഴിക്കാം. പാൻ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്ക് എണ്ണ ഒഴിക്കാം. എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ജിഞ്ചർ ഗാർലിക്കും ഗ്രീൻ ചില്ലി ഇടാം. സ്ലൈസ് ചെയ്തിരിക്കുന്ന റെഡ് ചില്ലീസ് ഇടാം. അതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ പേസ്റ്റ് ചേർക്കാം. നന്നായിട്ടൊന്ന് സോട്ട് ചെയ്യാം. 1/2 ടേബിൾ സ്പൂൺ ചില്ലി ഫ്ലേക്സ് ഇടാം. ഫൈനായിട്ട് ചോപ്പ് ചെയ്തിരിക്കുന്ന വൈറ്റ് ഓണിയനും സെലറി ഇടാം. ഡൈസ് ചെയ്തിരിക്കുന്ന പെപ്പേഴ്സും ഒനിയനും സെലറി ഇടാം. നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കാം. അതിലേക്ക് നമുക്ക് അല്പം ബീഫ് സ്റ്റോക്ക് ചേർക്കാം.
ബീഫ് സ്റ്റോക്ക് ഇല്ലെങ്കിൽ ചിക്കൻ സ്റ്റോക്ക് ആയാലും ഓക്കെയാണ്. നന്നായിട്ടൊന്ന് സോത്ത് ചെയ്യാം. അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് സോയാ സോസ് ഒഴിക്കാം. 2 ടേബിൾ സ്പൂൺ സോയാ സോസ് നമുക്ക് ഇതിനകത്ത് ആഡ് ചെയ്യാം. അതിലേക്ക് നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ബീഫ് ഇടാം. നന്നായിട്ടൊന്ന് സോത്ത് ചെയ്തെടുക്കാം. നമുക്കിതിൻ്റെ ഉപ്പ് നോക്കാം. സോയാ സോസ് ഒഴിച്ചുകൊണ്ട് നമ്മൾ ഉപ്പ് ചെക്ക് ചെയ്തിട്ടേ ഇടാവുള്ളൂ. ഒരു പൊടിക്ക് ഉപ്പൂടെ വേണം. ചില്ലി ബീഫ് ഏകദേശം റെഡി ആയിട്ടുണ്ട്. നമുക്കതിലേക്ക് സ്പ്രിംഗ് ഓണിയനും കൊറിയാൻഡർ ലീവ്സും ഇടാം. ഡ്രൈ ആയിട്ട് വേണ്ടവർക്ക് ശകലം കൂടെ ഡ്രൈ ആക്കി എടുക്കാം. ഇത് സെമി ഗ്രേവി പരുവാണ്. ഞാൻ ഇച്ചിരി ഡ്രൈ ആയിട്ടാണ് എടുക്കുന്നത്. എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ഡിഷാണ് ചില്ലി ബീഫ്. പൊറോട്ടയുടെ കൂടെയും ഫ്രൈഡ് റൈസിൻ്റെ കൂടെയും ഒക്കെ അടിപൊളി കോമ്പിനേഷനാണ്. ഈവൻ ചപ്പാത്തിയുടെ കൂടെ അടിപൊളി കോമ്പിനേഷനാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഫൈനായിട്ട് ചോപ്പ് ചെയ്തിരിക്കുന്ന കൊറിയാൻഡർ ലീവ്സ് ഇടാം. ഓപ്ഷണലാണ്. നിങ്ങൾക്ക് താല്പര്യമുണ്ടോ ഇടുക. എല്ലാവരും ഇത് ട്രൈ ചെയ്യണം. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന ഒരു ഡിഷാണ്. ടൊമാറ്റോ പേസ്റ്റും സോയാ സോസും റെഡ്യൂസ് ആയിട്ട് വരുമ്പോൾ ബീഫിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് സോത്ത് ചെയ്തെടുക്കണം. ബീഫ് കാണാൻ തന്നെ ഒരു ഗ്ലോസി ലുക്കായിരിക്കും. വഞ്ചനാട് സ്പെഷ്യൽ ചില്ലി ബീഫ് റെഡി ആയിട്ടുണ്ട്. നമുക്കൊന്ന് പ്ലേറ്റ് ചെയ്യാം. ചില്ലി ബീഫ് നമുക്കൊരു സെർവിംഗ് ഡിഷിലേക്ക് മാറ്റാം. സ്പ്രിംഗ് ഓണിയനും കൊറിയാൻഡർ ലീവ്സും റെഡ് ചില്ലി ഇട്ട് നമുക്ക് ഗാർണിഷും ചെയ്യാം. വഞ്ചനാട് സ്പെഷ്യൽ അടിപൊളി ഒരു ചില്ലി ബീഫ് റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ആദ്യമായിട്ട് കാണുന്ന ആളാണെങ്കിൽ ബെൽ ബട്ടൺ കൂടെ പ്രസ് ചെയ്യുക. അതുപോലെ തന്നെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യുക, ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യുക. അടുത്ത ദിവസം കിട്ടില്ല എന്നൊരു വീഡിയോയുമായി വീണ്ടും വരും. ബൈ ടുഡേ. താങ്ക് യു.